വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഞങ്ങളെ മാറ്റങ്ങളുടെ രസതന്ത്രം അല്ലെ ദ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്. അതിൻ്റെ നമ്മൾ 1ഉം 2ഉം പാർട്ട് ഇട്ടതാണ് കേട്ടോ. 1ഉം 2ഉം പാർട്ട് ഇട്ടാൽ നോട്ടൊക്കെ എഴുതി പഠിച്ചോ കുഞ്ഞുങ്ങളെ. അപ്പോൾ അതിനകത്തിൽ ഞാൻ ഈ ചെറിയ ക്വസ്റ്റ്യൻ ആൻസറുകളൊന്നും പറഞ്ഞില്ലായിരുന്നു കേട്ടോ. മെയിൻ ക്വസ്റ്റ്യൻ ആൻസറുകൾ മാത്രമായിരുന്നു കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞത്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെയുള്ള ചെറിയ പോയിന്റുകൾ ആണോ അല്ലയോ. ഇപ്പം ഞാനാണെങ്കിൽ ഒന്നാമത്തെ മാറ്റർ എന്താണ്, അങ്ങനെയൊക്കെയുള്ള പ്ലാസ്മ എന്താണ്, മാറ്റർ എന്താണ്, പിന്നെന്താ കുഞ്ഞുങ്ങളെ അങ്ങനെയൊക്കെ എന്താണെന്ന് മാത്രമോ നിങ്ങളെ പറഞ്ഞു തന്നത്, മനസ്സിലായോ? അപ്പോൾ അതിനിടയ്ക്കൊക്കെ ആണോ അല്ലയോ എങ്ങനെയാ എന്നൊക്കെ ഉള്ളതുണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്ന് എളുപ്പം വായിച്ചു തരാം. നിങ്ങൾ കണ്ടവരും കാണാത്തവരും ഒക്കെ നോക്കണേ. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെസ്റ്റുകാരും എടുത്ത് നോക്കണേ കുഞ്ഞുങ്ങളെ. കാരണം ആൻസർ നോക്കിക്കേ, ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലൂടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഇവിടെ ആൾക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട്, എളുപ്പം ഞാൻ വായിക്കാൻ, നിങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ എളുപ്പം വായിക്കാൻ കുഞ്ഞുങ്ങളെ. പാഠത്തിൻ്റെ പേര് മാറ്റങ്ങളുടെ രസതന്ത്രം എന്നാണ്, അതായത് ദ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് എന്നാണ് അല്ലേ. ഇവിടെ നോക്കി ചിത്രം നോക്കൂ, എന്തെല്ലാമാണ് ഈ ചിത്രത്തിൽ കാണുന്നത് നോക്കിക്കേ. മെഴുകുതിരി കത്തുന്നു, എ കാൻഡിൽ ബേണിംഗ് ആണ്. ആഹാരം പാകം ചെയ്യുന്നു, ഫുഡ് ഈസ് കുക്ക്ഡ്. വാഴപ്പഴം പഴുക്കുന്നത്, റിപ്പണിങ് ഓഫ് ബനാന കേട്ടോ. പിന്നെ ശില്പം നിർമ്മിക്കുന്നു അല്ലേ, മേക്കിംഗ് എ സ്കൾപ്ചർ. ഇതിൻ്റെയൊക്കെ സ്പെല്ലിങ് അറിയടേ കുഞ്ഞുങ്ങൾ കേട്ടോ. സ്കൾപ്ചർ കേട്ടോ. റൈപ്പെന്ന് റിപ്പെന്ന് പറഞ്ഞാൽ റിപ്പണിങ് എന്നോ RI ആണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇനി റിപ്പണിങ് റൈപ്പണിങ് എന്നൊക്കെ ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ ആ സ്പെല്ലിങ്ങും കൂടെ നോക്കി വേണം കേട്ടോ. പിന്നെ ക്യാൻഡിൽ ബേണിങ്, ഇതിൻ്റെയൊക്കെ സ്പെല്ലിങ് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഒന്നാമത്തത് കേട്ടോ. അത് ഞാൻ അങ്ങനൊന്നും എഴുതിയില്ലായിരുന്നു. ഇന്ന് എന്നെ ഒരു കുട്ടി കണ്ടപ്പോഴാണ് കുഞ്ഞുങ്ങളെ പറയുന്നത്, അതും കൂടെ ഒന്ന് എഴുതി കാണിച്ചേക്കണേ ടീച്ചറെ. ഇതിപ്പോൾ മനസ്സിലായോ എന്തെല്ലാമാണ് നമ്മുടെ ചിത്രത്തിൽ കാണുന്നത്? മെഴുകുതിരി കത്തുന്നു, എ കാൻഡിൽ ബേണിംഗ്, ആഹാരം പാകം ചെയ്യുന്നു, ഫുഡ് ഈസ് കുക്ക്ഡ്, വാഴപ്പഴം പഴുക്കുന്നു, റിപ്പണിംഗ് ഓഫ് ബനാന, ശില്പം നിർമ്മിക്കുന്നു, മേക്കിംഗ് സ്കൾപ്ചർ എന്ന് തന്നെ എഴുതണം കേട്ടോ. ഇനി ഇവിടെ പദാർത്ഥങ്ങൾ പലതരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതായി നമുക്ക് കാണാം അല്ലേ. കല്ലുകൊത്തി ശില്പമാക്കുന്നതും വാഴക്കുല പഴുക്കുന്നതും ഒരുപോലെയുള്ള മാറ്റങ്ങളാണോ കുഞ്ഞുങ്ങളെ? ആണോ? അല്ല. ഒരെണ്ണം പെട്ടെന്ന് ഇപ്പം നമ്മൾ ശില്പം ഉണ്ടാക്കുന്ന വെച്ചാൽ അദ്ദേഹം ഇരുന്നിട്ട് അത് കൊത്തി അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം അത് 2, 3, 4, 5 ദിവസത്തിനുള്ളിലൊക്കെ എന്ത് ചെയ്യുന്നു, അദ്ദേഹം അത് പണിഞ്ഞ് ശരിയാക്കി എടുക്കുന്നു. പക്ഷെ ഒരു കൊല വെട്ടി വെച്ചാലോ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച, അത് എപ്പോഴാണെന്ന് അറിയത്തില്ല. നമുക്കൊരു സ്ഥിരം ഇത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. അതാണ് വ്യത്യാസമാണ്. ഇവിടെ നമുക്ക് നോക്കിക്കേ, മാറ്റങ്ങൾ ചേഞ്ചസ് ഓഫ് മാറ്റങ്ങൾ ഒരുപോലെയാണോ എന്ന്. ഒന്ന് മനുഷ്യനിർമ്മിതമാണ്, ഒന്ന് മനുഷ്യരുണ്ടാക്കുന്ന മാറ്റമാണ് അല്ലേ. ആ കല്ല് കൊത്തി ഏത് രൂപത്തിലാക്കണമെന്ന് നമ്മൾ മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. പക്ഷേ മറ്റേതോ വാഴക്കൊല പഴുക്കുന്നതോ അത് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് അല്ലേ. ചുറ്റും നോക്കിയാൽ ഇത്തരം പലതരം മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിനകത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസറിലോ നിങ്ങളെ ഓക്കെ ആണോ? ഇത്തരം മാറ്റങ്ങൾ ചിലപ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. ഇനി മാറ്റങ്ങൾ പുതിയതും പഴയതും ഒക്കെ ഉണ്ടാകാൻ പറ്റും എന്നതും ഉണ്ട് കേട്ടോ. നോക്കാം. നമ്മുടെ ചുറ്റുപാടും കാണുന്നതും പലവിധമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതുമായ ഈ പദാർത്ഥങ്ങളെല്ലാം ദ്രവ്യത്തിന്റെ വിവിധ രൂപങ്ങളാണെന്ന് അറിയാമല്ലോ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്. പരീക്ഷയ്ക്ക് ഒരു മാർക്കിന്റെ ഒരു ചോദ്യമായിരിക്കും കുഞ്ഞുങ്ങളെ കേട്ടോ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ അല്ലെങ്കിൽ മാറ്റർ കൊണ്ട് നിർമ്മിതമാണ് കേട്ടോ. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്കുപ്പൈ സ്പേസ് ആൻഡ് ദാറ്റ് ഹാസ് മാസ്. ഓക്കെ ആണോ? ഓൾ സബ്സ്റ്റൻസ് ഇൻ ദ യൂണിവേഴ്സ് ആർ മെയ്ഡ് ഓഫ് മാറ്റർ. പ്രപഞ്ചം എന്നാണ് കുഞ്ഞുങ്ങളെ യൂണിവേഴ്സ് അല്ലേ. ഓൾ സബ്സ്റ്റൻസ് ഇൻ ദ യൂണിവേഴ്സ് ആർ മെയ്ഡ് ഓഫ് മാറ്റർ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ ദ്രവ്യത്തിൻ്റെ ഇംഗ്ലീഷാണ് മാറ്റർ കേട്ടോ, നിർമ്മിതമാണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? ഇംഗ്ലീഷ് മീഡിയക്കാർ കൂടിയാണ് ഇത് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി ദ്രവ്യത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് പദാർത്ഥങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളുടെ രസതന്ത്രം ചർച്ച ചെയ്യാം. ദ്രവ്യത്തിൻ്റെ പൊതു സവിശേഷതകൾ എന്തെല്ലാമാണ്? ഓരോ മാറ്ററിനുണ്ടാകുന്ന പൊതു സ്വഭാവങ്ങൾ അല്ലേ, എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. 2 അല്ലേ, നോക്കിയേ. ജലനിരപ്പ് അടയാളപ്പെടുത്തി ഒരു ബീക്കറിലേക്ക് ഒരു കല്ല് കുഞ്ഞുങ്ങളെ 2 ബീക്കർ എടുക്കുക അല്ലേ. അതിൽ ഒരു ബീക്കറിലേക്ക് ഒരു കല്ല് നൂലിൽ കെട്ടി താഴ്ത്തുക. നോക്കിയേ, ഒരു കല്ല് നൂലിൽ കെട്ടി താഴ്ത്തുക. ജലനിരപ്പിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഞാൻ അതൊന്നും തന്നില്ലായിരുന്നു കുഞ്ഞുങ്ങളെ, അതുകൊണ്ടാണ് ഈ ലിങ്ക് ഇടുന്നത് കേട്ടോ. കുഞ്ഞുങ്ങളെ, ജലനിരപ്പിന് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? അത് ഞാൻ പറഞ്ഞ് അങ്ങ് പോകുമായിരുന്നു അല്ലേ. ഞാൻ പറഞ്ഞായിരുന്നു, എല്ലാത്തിൻ്റെയും ആൻസർ പറഞ്ഞാണ്. പക്ഷേ നിങ്ങളെ അത് എങ്ങനെയാണെന്ന് എഴുതിയത് നോക്കൂ കുഞ്ഞുങ്ങളെ. അവിടെ വാട്ടർ ലെവൽ ഈസ് റൈസ്ഡ്. നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ. ജലനിരപ്പ് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? അവിടെ വാട്ടർ ലെവൽ
ലെവൽ ഈസ് റൈസ് എന്ന് വെച്ചാൽ ഉയരുക എന്നാണ് ഇവിടെ കേട്ടോ. ഉയരുന്നു, ജലനിരപ്പ് ഉയരുന്നു. ഇങ്ങനെ ജലനിരപ്പ് ഉയരാൻ കാരണം എന്തായിരിക്കും? ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെസ്റ്റ് നോക്കണേ കുഞ്ഞുങ്ങളെ, ഈ ചോദ്യമൊക്കെ നോക്കണേ. ഈ ജലനിരപ്പ് ഉയരാൻ കാരണം എന്തായിരിക്കും? കല്ലിന് സ്ഥിതി ചെയ്യാൻ എന്ത് വേണം? കല്ലിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം. എന്താ? സ്റ്റോൺ നീഡ് സ്പേസ് ടു ഓക്കുപ്പൈ. ബിക്കോസ് എന്താ നിങ്ങളെ ഇവിടെ സ്റ്റോൺ നീഡ് സ്പേസ് ടു ഓക്കുപ്പൈ. അപ്പോൾ ഈ രണ്ട് ചോദ്യത്തിൻ്റെയും ആൻസറുകളാണ് ഇത് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാരായി ഇംഗ്ലീഷിൻ്റെ ബുക്ക് നോക്കണേ. ഇനി കുറച്ചുകൂടി വലിയ കല്ലാണ് ബീക്കറിലേക്ക് താഴ്ത്തുന്നതെങ്കിലോ ജലനിരപ്പിൽ എന്ത് വ്യത്യാസമാവും നിങ്ങൾ ഉണ്ടാക്കുന്നത്? അതും ഇത് തന്നെ. എന്താ? കല്ല് വലുതായാലും ചെറുതായാലും അതിന് സ്ഥിതി ചെയ്യാനുള്ള സ്ഥലം വേണം, ഇല്ലേ കുഞ്ഞുങ്ങളെ? അങ്ങനെ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് എന്താ? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത. പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും 2 മാർക്കിന് ദ്രവ്യത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? മാറ്ററിൻ്റെ പൊതു സവിശേഷതകൾ അല്ലേ? നമ്മുടെ മേളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ദ്രവ്യത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്. അതിൻ്റെ ഈ ടെസ്റ്റിൻ്റെ പ്രത്യേകത ചോദ്യവും ഉത്തരവും അടുത്തടുത്ത് ഉണ്ട്. നിങ്ങൾ നമ്മൾ വേറെ തപ്പി പോകണ്ട കേട്ടോ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിനെ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ തന്നതാ കേട്ടോ. എന്നാലും ഞാനങ്ങ് പറയുക. ഇവിടെ 2 കല്ലുകളെയും ഒരു ത്രാസിലിട്ട് തൂക്കി നോക്കൂ. എന്ത് വ്യത്യാസമാണ് കാണുന്നത്? ദ്രവ്യത്തിന് എന്തുണ്ടോ നിങ്ങളെ? മാസ് മീൻസ് വെയിറ്റ്, ഭാരമുണ്ട് അല്ലേ? ദ്രവ്യത്തിന് ഏതൊരു വസ്തുവാണെങ്കിലും അതിന് എന്തുണ്ട്? മാസ് ഉണ്ട്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുന്നുണ്ട് ദ്രവ്യത്തിന് ഡാഷ് ഉണ്ട് കേട്ടോ. ദ്രവ്യത്തിന് എന്തുണ്ട്? നമ്മൾ ചോദിക്കും ഇത് 1-ലാണോ 2-ലാണോ? ഇത് 8ാം ക്ലാസ് ഹൈസ്കൂളല്ലേ. പക്ഷേ ഒന്നിനെയും നിസ്സാരമായി കാണണ്ട. ദ്രവ്യത്തിന് എന്തുണ്ടോ നിങ്ങളെ? മാസ് ഉണ്ട്. ഇത് ദ്രവ്യത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. ഒന്നാമത്തെ സവിശേഷത എന്താ നിങ്ങളെ? ദ്രവ്യത്തിന് എന്ത് ചെയ്യണം? സ്ഥിതി ചെയ്യാൻ. ഓരോന്നും നോക്കിക്കോണേ. നമ്മുടെ ചോദ്യം തന്നെ കണ്ടായിരുന്നോ? പൊതു സ്വഭാവ സവിശേഷതകൾ ദ്രവ്യത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സോ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണ് അല്ലേ? സ്വഭാവ സവിശേഷതകൾ ദ്രവ്യത്തിൻ്റെ എന്തൊക്കെയാവും നിങ്ങളെ? ഒന്നാമത്തത് കേട്ടോ. ഞാൻ മെയിൻ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം തന്നു പോയതാവും നിങ്ങളെ. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത. നിങ്ങളുടെ ടെസ്റ്റിനകത്തിൽ നോക്കണേ നിങ്ങളെ കേട്ടോ. അതായത് വോളിയം എന്ന് പറയുന്നില്ലേ, എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മാറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുവാണെങ്കിൽ എഴുതണ്ടാവും നിങ്ങളെ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. ഞാൻ സെപ്പറേറ്റ് എഴുതണോ നിങ്ങളെ? അറിയാമല്ലോ. എന്താ ചോദ്യം? ഒന്നാമത്തെ വാട്ട് ഈസ് മാറ്റർ എന്നാൽ എന്തെന്ന് എഴുതണം. രണ്ടാമത്തെ എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ എന്തെല്ലാമാണ്? ഒന്നാമത്തത് അതിന് സ്പേസ് ടു എക്സിസ്റ്റ്. എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ ഈസ് ദാറ്റ് ഇറ്റ് റിക്വയേഴ്സ് സ്പേസ് ടു എക്സിസ്റ്റ്. ഉണ്ടല്ലോ സ്ഥിതി, അത് ടെസ്റ്റിൽ ഇംഗ്ലീഷ് ഉണ്ടല്ലോ. അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത. പിന്നോ ദ സ്പേസ് റിക്വയർഡ് ഫോർ മാറ്റർ ടു എക്സിസ്റ്റ് ഈസ് കാൾഡ് ഇറ്റ്സ് വോളിയം. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിനെ അതിൻ്റെ വ്യാപ്തമെന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇനി അതുപോലെ തന്നെ ദ്രവ്യത്തിൻ്റെ മറ്റൊരു ക്യാരക്ടറാണ് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. എന്താ നിങ്ങളെ? ഒരു പദാർത്ഥത്തിൽ ദ്രവ്യത്തിൻ്റെ രണ്ടാമത്തെ സവിശേഷത വെച്ചാൽ ദ്രവ്യത്തിന് എന്തുണ്ട്? മാസ് ഉണ്ട്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളെ? ദ്രവ്യത്തിന് മാസ് ഉണ്ട് കേട്ടോ. ഓർത്തോണേ. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലം അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നു. ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ദ സബ്സ്റ്റൻസ് ഇറ്റ്സ് മാസ്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. ഇതൊക്കെ എന്താ നമ്മൾ ഈ ദ്രവ്യത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലൊക്കെ കാച്ചിയേക്കണം കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. ഇനി വായു ഒരു ദ്രവ്യമാണോ കുഞ്ഞുങ്ങളെ? വായു എയർ ഒരു മാറ്ററാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എയർ ഒരു മാറ്ററാണോ? അതെ, എയറും ഒരു മാറ്ററാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അന്നേരം തന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ? ആണ്. വായുവിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. നമ്മൾ നോക്കിക്കേ, ചിത്രത്തിൽ ഏതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിനുള്ളിൽ ഒരു ടവൽ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം ഗ്ലാസ് തല കീഴായി പിടിച്ച് ബക്കറ്റിലെ ജലത്തിലേക്ക് താഴ്ത്തുക. ഇത് നമ്മൾ 2 വട്ടം പറഞ്ഞത് അല്ലേ? 2 ഇത് പറഞ്ഞ കുഞ്ഞുങ്ങളെ. നമ്മൾ കുളിമുറി കയറി കുളിക്കാൻ കയറുമ്പോൾ നമ്മുടെ പണി എന്തുവാ നമ്മൾ എപ്പോഴും പറയുന്നത് അല്ലേ? ബക്കറ്റിനകത്ത് വെള്ളം നിറച്ചിട്ട് കപ്പ് കൊണ്ടുവന്ന് ഇങ്ങനെ അമർത്തി താപ്പോട്ട് പിടിക്കുക എന്നുള്ളത് അല്ലേ? അപ്പം നോക്കിക്കേ, ഇതിനകത്തിൽ ഒരു തുണിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ തുണി നനയോ ഇല്ലയോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആ തുണി നമ്മൾ തുണി അതിനകത്തിലൂടെ നല്ലപോലെ തിരികെ വെച്ചിട്ട് ഗ്ലാസ് ചലിക്കാതെ നേരെ സ്ട്രെയിറ്റ് താഴോട്ട് അമക്കിയാൽ ആ തുണി നനയത്തില്ല കുഞ്ഞുങ്ങളെ കേട്ടോ. ടവൽ നനയുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇല്ല, നോ. ഗ്ലാസ്സിനുള്ളിൽ ജലം കയറാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ നിങ്ങൾ? ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ. ഗ്ലാസ്സിനുള്ളിൽ ജലം കയറാത്തത് എന്തുകൊണ്ടാണ്? ദെയർ ഈസ് എയർ ഇൻസൈഡ് ദ ഗ്ലാസ്.
എന്താ കുഞ്ഞുങ്ങളെ, ഇംഗ്ലീഷ് മീഡിയക്കാർ എഴുതണേ കുഞ്ഞുങ്ങളെ. ഇതൊക്കെ ഓരോ മാർക്കിൻ്റെ ചോദ്യങ്ങളായതുകൊണ്ട് ഇനി ഞാൻ സെപ്പറേറ്റ് എഴുതില്ല, കാരണം ചോദ്യം ഉത്തരവ് ഇവിടെ തന്നെ ഞാൻ പറയുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഗ്ലാസ്സിന് ഉള്ളിൽ ജലം കയറാത്തത് എന്തുകൊണ്ടാണ്? ദെയർ ഈസ് ഇൻസൈഡ് ദ ഗ്ലാസ്, അല്ലേ? അവിടെ എന്താ? ഗ്ലാസ്സിനുള്ളിൽ വായു നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അതിനകത്തിൽ വെള്ളം കയറാഞ്ഞത്. അപ്പോൾ ചോദിക്കുക, ബീക്കറിലെ ജലനിരപ്പ് എന്ത് വ്യത്യാസമാണ് അവിടെ ഉണ്ടായത്? അവിടെ ബീക്കറിലെ ജലനിരപ്പ്, അല്ലേ, ഗ്ലാസ് അങ്ങോട്ട് മുക്കുമ്പോൾ ബീക്കറിലെ ജലനിരപ്പ് എന്തോ കുഞ്ഞുങ്ങളെ അവിടെ ഉയരുന്നു. ചോദ്യം ഉത്തരം എല്ലാത്തിൻ്റെയും ഉണ്ട് കേട്ടോ. ചോദ്യവും ഉണ്ട്, അതിൻ്റെ ഉത്തരവുണ്ട്. നിങ്ങളിത് നമ്പർ ഇട്ട് താപ്പോട്ട് എഴുതി എടുത്തോണം കേട്ടോ. കാരണം ഇതിനി സെപ്പറേറ്റ് ഞാൻ എഴുതേണ്ട കാര്യമില്ല, എല്ലാം ഉണ്ട്. ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷിലാവും കുഞ്ഞുങ്ങളെ ഈ ചോദ്യം. ഉത്തരം ഞാനാണ്ട് ഇംഗ്ലീഷിൽ തന്നെ ഉത്തരം എഴുതി വെച്ചിട്ടുമുണ്ട് കേട്ടോ. മനസ്സിലായോ? ബീക്കറിലെ ജലനിരപ്പ് എന്ത് വ്യത്യാസമാണ് ഉണ്ടായത്? വാട്ടർ ലെവൽ ഈസ് റേസ്ഡ്. അവിടെ അത് വെള്ളത്തിൻ്റെ ലെവലും അവിടെ എന്താ കുഞ്ഞുങ്ങളെ ഉയർന്നുകൊണ്ടിരിക്കുക, അല്ലേ? ഇനി ജലനിരപ്പിൻ്റെ വ്യത്യാസം വായുവിൻ്റെ വ്യാപ്തത്തെ അല്ലേ ഇവിടെ സൂചിപ്പിക്കുന്നത്? അതെ, വായുവിൻ്റെ വ്യാപ്തത്തെ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യെസ് കേട്ടോ. വായുവിന് മാസ് ഉണ്ടോ എന്ന് നമുക്കിനി കണ്ടുപിടിക്കാം. വായുവിന് മാസ്, വായുവിന് ഭാരമുണ്ടോ? മാസ് എന്ന് വെച്ചാൽ ഭാരം കേട്ടോ, ഉണ്ടോ നോക്കാം. വായു നിറയ്ക്കാത്ത ഒരു ഫുട്ബോളിൻ്റെ മാസും വായു നിറച്ച ഒരു ഫുട്ബോളിൻ്റെ മാസും ഒന്നു തന്നെ ആയിരിക്കുമല്ലോ. ആണോ? ഒരു ഡിജിറ്റൽ ബാലൻസ് ഉപയോഗിച്ച് പരിശോധിക്കാൻ വായു നിറയ്ക്കാത്ത ഫുട്ബോളിൻ്റെ മാസും നോക്കണം, വായു നിറച്ച ഫുട്ബോളിൻ്റെ മാസും ഒന്ന് തന്നെ ആയിരിക്കുമോ കുഞ്ഞുങ്ങളെ? അല്ല. എന്തുകൊണ്ടാ? വായു ഇല്ലെങ്കിൽ അതെന്താ, നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങളുടെ വീട്ടിൽ ബലൂൺ ഉണ്ടെങ്കിൽ ഈ എന്താ അതിൻ്റെ എയർ എടുത്ത് കളഞ്ഞിട്ട് നോക്കിയേ, അതെവിടെയെങ്കിലും എന്താ തുണി കിടക്കുന്ന പോലെ അവിടെ കിടക്കുന്നതാണ്. പക്ഷേ എയർ കയറ്റി കഴിഞ്ഞാലോ അത് വീർത്ത് നമുക്ക്, അല്ലേ, അത് നമുക്ക് കാണുമ്പോഴേ നമുക്കറിയാം എന്താ അവിടെ മാസ് ഡിഫറൻ്റ് ആയിരിക്കും. ഒരു നോക്കിക്കേ, വായുവിന് മാസ് ഉണ്ടോ നോക്കാം കുഞ്ഞുങ്ങളെ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും നമ്മൾ എന്ത് പറയുന്നെന്നാ? ദ്രവ്യമെന്ന് പറയുന്നു. വായു ഒരു ദ്രവ്യമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് അപ്പം നമ്മളോട് ചോദിക്കാം, ഡാഷ് ഒരു ദ്രവ്യമാണ്. എന്താ? വായു ഒരു ദ്രവ്യമാണ്. വായു ഒരു ദ്രവ്യമാണ്. ദ്രവ്യം പ്രധാനമായും 3 അവസ്ഥയിലാവും കുഞ്ഞുങ്ങളെ. മാറ്റർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3. നമ്മൾ ഓർമ്മയുണ്ടോ പഠിച്ചത്? മാറ്ററിനെ നമുക്ക് 4ആയിട്ടാണ് കറക്റ്റ് തിരിക്കുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് പ്രധാനമായിട്ടും ദ്രവ്യത്തിന് 3 അവസ്ഥകളാണ്. സ്റ്റേറ്റ് ഓഫ് മാറ്റർ കേട്ടോ. ഏതൊക്കെയാ? ഖരം, ദ്രാവകം, രാഘവനല്ല, ഖരം, ദ്രാവകം, വാതകം, അല്ലേ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. പിന്നെ നമ്മളിവിടെ പ്ലാസ്മയെ കുറിച്ച് പറഞ്ഞതാണ് 4ാമത്തെ. നമ്മുടെ എന്താ പ്രപഞ്ചത്തിൽ, അല്ലേ, എന്താ കുഞ്ഞുങ്ങളെ, പ്രപഞ്ചം മീൻസ് ദ്രവ്യത്തിൻ്റെ 4ാമത്തെ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും അധികം കാണപ്പെടുന്നത് അത് പ്രപഞ്ചം തന്നെ കുഞ്ഞുങ്ങളെ കേട്ടോ. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് പ്ലാസ്മയാണ് കേട്ടോ. പ്ലാസ്മ ഇത് നമ്മൾ നല്ലപോലൊക്കെ കുറേ വായിച്ച 3 പാർട്ടിൽ വിട്ടതാണ്. പിന്നെ ഇവിടെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു തെറ്റ് വന്നു കുഞ്ഞുങ്ങളെ കേട്ടോ. ഇതെന്താ, ഇത് രണ്ടും ഞാൻ ടിക്കിട്ട് വെച്ചു കേട്ടോ. അത് ഞാൻ താഴെ കമൻറ്റിൽ പറഞ്ഞായിരുന്നു. എന്താ അതിന് നിശ്ചിത മാസ്, അല്ലേ, മാസ് ഉണ്ടെന്നും നിശ്ചിത വ്യാപ്തമുണ്ടെന്നും നിശ്ചിത ആകൃതി ഉണ്ടെന്നും ഉള്ളതിൻ്റെ ഖരം, ദ്രാവകം, വാതകത്തിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാനിവിടെ ടിക്കാണ് ഇട്ട് തന്നത്. സോറി, എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു പാളിച്ചയാണ്. ഇതിൽ എല്ലാത്തിലും ടിക്കിട്ട് പോയപ്പോൾ പറഞ്ഞു പോയപ്പോൾ അങ്ങ് ഇട്ടതാണ്. എന്താ? ദ്രാവകം നിശ്ചിത ആകൃതിയിൽ. ദ്രാവകങ്ങൾക്കൊരു നിശ്ചിത ആകൃതി ഉണ്ടോ? നമ്മൾ ഏത് പാത്രത്തിലാണോ ഇട്ട് വെക്കുന്നത് ആ പാത്രത്തിൻ്റെ ആകൃതിയല്ലേ കുഞ്ഞുങ്ങളെ? അത് നമുക്കൊന്ന് ചിന്തിക്കാവുന്ന കാര്യമുള്ളായിരുന്നല്ലേ. പക്ഷെ എന്താ, ഏത് പാത്രത്തിലാണോ നമ്മൾ ദ്രാവകം ഒഴിച്ച് വെക്കുന്നത് ആ പാത്രത്തിലായിരിക്കും അതിൻ്റെ ആകൃതി കേട്ടോ. അപ്പോൾ ഒരു നിശ്ചിത ആകൃതി ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ വാതകവും ഗ്യാസ്, നമ്മളിപ്പോൾ ഏത് ഇതിലാണോ നമ്മൾ ഗ്യാസ് നിറച്ച് നമുക്ക് സ്പ്രേ ഒക്കെ ഇല്ലേ, ഗ്യാസ് കുറ്റി, ഇതൊക്കെ ഏത് പാത്രത്തിലാണോ നമ്മൾ ഗ്യാസ് നിറച്ച് വെക്കുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും. മനസ്സിലായോ? അതാ കുഞ്ഞുങ്ങളെ. ഇപ്പം നമ്മൾ നിശ്ചിത ആകൃതിയിലുള്ള ഖരം, ഇപ്പോൾ ഒരു സോപ്പ് നമ്മൾ എടുക്കുക, അത് ഏത് രീതിയിലാണ് അവർ പണി ചെയ്തെന്ന് വെച്ചാൽ ആ രീതി തന്നെയായിരിക്കും. പിന്നെ നമുക്കതിനെ മാറ്റം വരുത്താൻ പറ്റും. പക്ഷേ അതിൻ്റെ ഷേപ്പ് എന്താ? ഒരു കല്ലെടുത്താലോ എന്തോ അതിനൊക്കെ ഓരോ പ്രത്യേക ഒരു ആകൃതിയുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനാണ് കേട്ടോ. ഓക്കെ ആണല്ലോ, അതൊക്കെ നമ്മൾ പറഞ്ഞതാ. എന്നാലും ഇനി മാറ്റങ്ങൾ പലതരം ഉണ്ട് കുഞ്ഞുങ്ങളെ. ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ അല്പം മെഴുകുതിരി ചൂടാക്കി നോക്കൂ, എന്ത് സംഭവിക്കുന്നു നോക്കൂ കുഞ്ഞുങ്ങളെ. മെഴുക് എന്ന് പറഞ്ഞാൽ ഒരു ഖരമാണ്. ഈ ഖരത്തെ നമ്മൾ ചൂടാക്കുമ്പോൾ എന്താ, മെഴുകുതിരി എന്താ, അത് ഉരുകി എന്ത് ചെയ്യുന്നു? ദ്രാവകമായിട്ട് മാറുന്നു. ഇനി അത് തണുക്കുമ്പോഴോ തിരിച്ചു നോക്കി അങ്ങോട്ട് ആരോമാർക്ക്. മെഴുകുതിരി ചൂടാക്കുന്നത് ഇങ്ങോട്ട്, അല്ലേ, അന്നേരം എന്താ, അത് ദ്രാവകമായിരുന്നു. പിന്നെ അത് തണുപ്പിക്കുക, അതുകൊണ്ട് ഇങ്ങോട്ട് തണുപ്പിച്ച് കഴിയുമ്പോൾ എന്താ, അത് കൂളിംഗ് എന്ന് വെച്ചാൽ തണുപ്പിച്ച് കഴിയുമ്പോൾ എന്താ, അത് ഖരമായിട്ടും മാറുന്നു. ഈ മെഴുകിന് 2 ആവാനും പറ്റും. എന്താ, ലിക്വിഡ് ആവാനും പറ്റും, എന്താ സോളിഡ് ആവാനും പറ്റും. അങ്ങനെ കഴിവുള്ള ഒരെണ്ണത്തിൻ്റെ പേരാണ് ഏതാ, ക്യാൻഡിൽ, മെഴുകിനെ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലേക്കും നമുക്ക് തിരിച്ചു മാറ്റാൻ പറ്റുമോ? പറ്റും, യെസ്. എന്നാൽ ഒരു കഷ്ണം കടലാസ് കത്തിച്ച ചാരമാക്കിയാലോ? ഒരു കടലാസ് എടുത്ത് കത്തിച്ച് നമ്മൾ അതിനെ അങ്ങ് ചാരമാക്കിയാലോ കുഞ്ഞുങ്ങളെ? പിന്നെ ആ ചാരം എടുത്ത് കടലാസാക്കാൻ പറ്റുമോ? ഇല്ല. പറ്റുമോ? ഇല്ല. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കേ,
ഉണ്ടാകുന്ന ചാരത്തെ തിരികെ കടലാസാക്കാൻ പറ്റുമോ? ഇല്ല, നോ. കേട്ടോ, ഇത് എഴുതാൻ വേണ്ടി ഇപ്പം ഞാൻ ഒന്നുകൂടെ വായിച്ചേ. എല്ലാ മാറ്റങ്ങളും ഒരേ വേഗതയിലാണോ നിങ്ങൾ ഇവിടെ സംഭവിച്ചത്? എല്ലാ മാറ്റം നമ്മൾ ആദ്യം പറഞ്ഞു എന്താ, മെഴുകിനെ കുറിച്ചുള്ള അല്ലേ, മെഴുകുതിരി കരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് നമ്മൾ മാറ്റി. അതുപോലെ തന്നെ എന്താണ്, പേപ്പർ കത്തിച്ച് ചാരമാക്കി. ഇത് രണ്ടും ഒരേ വേഗതയിലാണോ ഇവിടെ നടന്നത്? അല്ല. ഒരു പയർ വിത്ത് മുളയ്ക്കാൻ ഏകദേശം എത്ര സമയമെടുക്കും? ഒരു പയറിൻ്റെ വിത്ത് എത്ര, അത് വളർന്ന് പൂവിടാനോ ഏറെ നാളുകൾ തന്നെ വേണം അല്ലേ? യെസ്, അതെ, ഏറെ നാളുകൾ തന്നെ വേണം. എന്നാൽ ഗ്യാസ് അടുപ്പ് കത്തുന്നതും പടക്കം പൊട്ടുന്നതും വേഗത്തിൽ നടക്കുന്ന പ്രവർത്തനമാണല്ലോ. സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങളും വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങളും ഏതെല്ലാമാണ്? അതായത് ഫിസിക്കൽ ചേഞ്ച് സ്ലോ, നമ്മളത് എഴുതിയതാ അല്ലേ, എന്തൊക്കെയാണ് നിങ്ങളെ സ്ലോ ചേഞ്ചും നമ്മളിപ്പോൾ എഴുതി. അത്രയും ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. നമ്മൾ പഠിച്ചതാ, എന്നാലും ഒന്ന് ഓടിച്ചിട്ട് അതെ. ഇതൊക്കെ ഇനി ഞാൻ വായിക്കുന്നില്ല കുഞ്ഞുങ്ങളെ, കാരണം ഇത് അഥവാ എൻ്റെ ഈ ലിങ്ക് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് എഴുതിയെടുക്കാൻ വേണ്ടി കേട്ടോ. നേരത്തെ കണ്ടവരൊന്ന് ക്ഷമിച്ചേക്കണേ, കാരണം നമ്മൾ പുതിയ പാർട്ട് ഇടാൻ പോവുകയാണ്. അതെ, അഥവാ കിട്ടാത്തവർക്കോ എഴുതാത്തവർക്കോ ഒക്കെ ഇത് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തൊന്ന് എഴുതിക്കോട്ടെ, അവർ എഴുതട്ടെ. അതെ, പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും എന്തുകൊണ്ടാണെന്നും കേട്ടോ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 1ഉം 2ഉം പാർട്ട് ഇട്ടതാണ്. ഇവിടെയാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു തെറ്റ് വന്നത്, ടിക്കറ്റ് വെച്ചു കേട്ടോ. ഞാനത് താഴെ അന്നേരം ഞാൻ പിന്നെ അത് കണ്ടപ്പോഴാണ്. ഇപ്പം നമ്മൾ പറഞ്ഞത് സ്ലോ ചേഞ്ചും ഫാസ്റ്റ് ചേഞ്ചും കണ്ടോ നിങ്ങളെ, ഇതെല്ലാം നമ്മൾ എടുത്തതാണ്. ഓക്കെ ആണല്ലോ, നോക്കണേ കണ്ടോ. ഇതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എഴുതാം, ഇത് തന്നെ വേണമെന്നില്ല, ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് ഭൗതിക മാറ്റവും രാസമാറ്റവുമാണ്. അതായത് കടലാസ് കത്തുന്നതും മെഴുകുരുകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താവും നിങ്ങളെ? കടലാസ് കത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ചാരമാക്കി മാറ്റുക, പിന്നീട് അതിനെ പുതിയൊരു വസ്തുവിലോട്ട് മാറ്റാൻ നമുക്ക് പറ്റത്തില്ല ഇല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെ കെമിക്കൽ ചേഞ്ച് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു വസ്തുവിനെ നമ്മൾ കത്തിച്ച് കഴിയുമ്പോഴോ അല്ലെ ഒരു വസ്തു കെമിക്കൽ റിയാക്ഷൻ നടന്നതിന് ശേഷം വേറെ ഒരു അല്ലേ വേറെ മാറുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പറയില്ലേ പേപ്പർ കത്തുമ്പോൾ എന്തോ ആയിട്ട് മാറും, അത് ചാമ്പലായിട്ട് വേറൊരു വസ്തുവായിട്ട് അതങ്ങ് മാറി. അതിനെ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? വേറൊരു വസ്തുവായിട്ട് മാറുകയാണെങ്കിൽ അത് കെമിക്കൽ. അഥവാ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ ഐസ് കട്ട എടുത്ത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? വെള്ളമായിട്ട് മാറുന്നു. വീണ്ടും അതിനെ നമ്മളെടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് ഐസ് കട്ടയാവുന്നു, വീണ്ടും വെളിയിൽ വെച്ചാൽ വെള്ളം. അപ്പോൾ ആ വെള്ളം തന്നെയാണ് ഈ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അത് ഫിസിക്കൽ ചേഞ്ചുമാണ് കേട്ടോ. ഭൗതിക മാറ്റവും രാസമാറ്റവും എന്നാൽ എന്താന്നൊക്കെ നമ്മൾ കുറേ പഠിച്ചതാ. അറിയാൻ വയ്യാത്തവർക്ക് കണ്ടോ ഞാൻ ഇതൊക്കെയാണ് ഫിസിക്കൽ ചേഞ്ചും കേട്ടോ. കാരണം ഇത് നമ്മൾ കുറേ പറഞ്ഞതാ. ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് ചേർത്തേട് വരും, ഇതെന്ത് ഇപ്പോൾ എപ്പോഴും ഇത് തന്നെ പറയുന്നതല്ലേ കണ്ടോ ഞങ്ങളെ. അത് മാത്രമല്ലാണ്ട് ഞാൻ കുറേ ഇവിടെ വേറെയും കുറേ ഉണ്ടേ. മെൽറ്റിംഗ് ഓഫ് ആക്സ് കണ്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ കണ്ട കെമിക്കൽ ചേഞ്ച് എന്നാൽ എന്തെന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞതൊക്കെ. ഇതെല്ലാം നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഇല്ല എഴുതിയെടുക്കണേ, കാരണം ഒത്തിരിയും വട്ടം വായിച്ചതാട്ടോ. അതുപോലെ തന്നെ ഇത് കണികൾ തമ്മിലുള്ള അകലം കണ്ടോ, അത് നമ്മൾ ഇവിടെ എടുത്തതാവും നിങ്ങൾ. അഥവാ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതങ്ങ് എഴുതിയെടുക്കണേ. ഓക്കെ ആണല്ലോ. ഓക്കെ, നോക്കൂ ഞങ്ങളെ, നമുക്ക് ഇവിടെ വരെ നോക്കാം. ഖരം താപം ആഗിരണം ചെയ്യുമ്പോൾ, ചൂട് കൊടുക്കുമ്പോൾ, അതായത് ഇവിടെ താപം ആഗിരണം ചെയ്യാന്ന് വെച്ചാൽ ഹീറ്റ് അല്ലേ, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക എന്നാണ് പറയുന്നത്. എന്താ നിങ്ങളെ? അതുപോലെ ഇതിൻ്റെ തൊട്ട് മുകളിലുണ്ട് ഖരവസ്തുവിനെ ചൂടാക്കുന്നു എന്ന് നമ്മൾ ഖരത്തിനെ ചൂടാക്കുക. ഇപ്പം നമ്മൾ മെഴുകുതിരിയെ ചൂടാക്കുക അല്ലേ. കണികൾ തമ്മിലുള്ള അകലത്തിനും കണികകളുടെ ഊർജ്ജത്തിനും എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇവിടെ നോക്കൂ നിങ്ങളെ, കൂടും എന്നെഴുതണം, ഇൻക്രീസ്. ഇവിടെ നമ്മൾ കൂടും കേട്ടോ, കൂടും എന്നെഴുതണം. അവിടെ എന്താണ്? ഇൻക്രീസ്. നിങ്ങളുടെ ആ പേജിനകത്തിൽ അതങ്ങനെ എഴുതണം, ഇൻക്രീസ് ആണ്. കണികൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവിടെ കൂടുവാണ് കേട്ടോ. അതൊക്കെ എഴുതിക്കോണേ. ഇനി നോക്കിയോ നിങ്ങളെ, സോളിഡിനെ നമ്മൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അത് ദ്രാവകമായിട്ട് മാറും. ഈ ദ്രാവകത്തിനെ വീണ്ടും ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അത് വാതകമായിട്ട് മാറും കേട്ടോ. ഈ ദ്രാവകത്തെ ചൂടാക്കിയാൽ ക്രമേണ അത് വാതകമായിട്ട് മാറുന്നു. ഒരു വാതകത്തെ തണുപ്പിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? വാതകം താപം പുറത്തു വിടുന്നു, അന്നേരം എന്ത് ചെയ്യുന്നു? ദ്രാവകമായിട്ട് മാറുന്നു. നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി ഇങ്ങനെ വരച്ച് അവർ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാ എന്നുള്ളത് അല്ലേ.
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, കണികൾ തമ്മിലുള്ള അകലം കുറയുന്നു, കണികകളുടെ ഊർജ്ജം കുറയുന്നു, വാതകം ക്രമേണ ദ്രാവകമായിട്ടും മാറുന്നു. ദ്രാവകം താപം പുറത്തു വിടുമ്പോൾ അത് ഖരമായിട്ടും മാറുന്നു എന്നുള്ളതാണ്. ദ്രാവകത്തെ വീണ്ടും തണുപ്പിച്ചാൽ അത് ഖരമായിട്ട് മാറുമോ? നോക്കൂ കുഞ്ഞുങ്ങളെ, കർപ്പൂരം, നാഫ്തലിൻ എന്ന് വെച്ചാൽ പാറ്റാഗുളിക തുടങ്ങിയ ഇത് ഞാൻ നേരത്തെ ഒരു ലിങ്കിൽ, രണ്ടാമത്തെ ലിങ്കിൽ ഇട്ടുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. കാരണം നമുക്കിത് മൂന്നാമത്തെ ഇടണ്ടേ. കർപ്പൂരം, നാഫ്തലിൻ, അതായത് പാറ്റാഗുളികയായി നാഫ്തലിൻ എന്ന് പറയുന്നത് കേട്ടോ, തുടങ്ങി ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായിട്ടങ്ങ് മാറുന്നു. നിങ്ങൾ അത് ചൂടാക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് എന്താ, കർപ്പൂരം കത്തിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങളെ? അത് ആളി അന്നേരം കത്തി അങ്ങ് തീരുക അല്ലേ. ഫ്രീസറിൽ സൂക്ഷിച്ച വെള്ളം ഐസായി മാറുന്നു എങ്ങനെയെന്ന് ചർച്ച ചെയ്യുക. അത് നമ്മൾ എഴുതിയതാ കേട്ടോ. അണ്ടേ, ഫ്രീസറിൽ സൂക്ഷിച്ച വെള്ളം ഐസായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. വെൻ വാട്ടർ ഈസ് കെപ്റ്റ് ഇൻ എ ഫ്രീസർ ദ ടെമ്പറേച്ചർ ഡ്രോപ്പ് ബിലോ 0 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം ഫ്രീസറിൽ വെച്ചാൽ താപനില 0 ഡിഗ്രീസിന് താഴേക്ക് അങ്ങ് കുറയുക കേട്ടോ. വെള്ളം നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് കുറയുന്നു കേട്ടോ. ആസ് വാട്ടർ കൂൾ ഡൗൺ ഇറ്റ്സ് പാർട്ടിക്കിൾസ് ലോസ് എനർജി ആൻഡ് മൂവ് മോർ സ്ലോലി. അപ്പോൾ എന്ത് ചെയ്യുക, വെള്ളത്തിലെ ഈ ഊർജ്ജകണങ്ങളൊക്കെ അന്നേരം അതിൻ്റെ നഷ്ടപ്പെടുന്നു. അന്നേരം എന്ത് ചെയ്യുന്നു, ഈ കണികകൾ അല്ലെങ്കിൽ കണങ്ങൾ, പാർട്ടിക്കിൾസ് ചെറിയ അകലത്തിൽ സ്ഥിരമായ ക്രമത്തിൽ എവിടെയെങ്കിലും കൂടി നിൽക്കുന്നു എന്നുള്ള അല്ലെ, കട്ടിയായിട്ട് ഏതെങ്കിലും സ്ഥലത്തോട്ട് അതങ്ങ് കൂടി നിൽക്കുന്നു. ദീസ് പാർട്ടിക്കിൾസ് കം ക്ലോസർ ടുഗദർ ആൻഡ് അറേഞ്ച്ഡ് ഇൻ എ ഫിക്സഡ് സോളിഡ് പാറ്റേൺ അല്ലേ. അപ്പോൾ എന്താ, വാട്ടർ ബിക്കം എ സോളിഡ് ഐസ്. ഈ പ്രക്രിയയിൽ വെള്ളം ഐസായിട്ട് മാറുന്നു എന്നാ. ഇതിങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ ടീച്ചർ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത്, ഇപ്പം ഇങ്ങനെ എന്നെ പഠിക്കണമെന്നല്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ സൗകര്യം അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ഇങ്ങനൊരു ചോദ്യം ഉണ്ട് നമ്മുടെ ടെസ്റ്റിൽ, ഫ്രീസറിൽ സൂക്ഷിച്ച വെള്ളം ഐസായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അതാ ഇനി നമ്മൾ പഠിക്കുന്നത് നോക്കിക്കേ, കർപ്പൂര നാഫ്തലി സബ്ലിമേഷൻ കേട്ടോ. എന്താണ് ഈ സബ്ലിമേഷൻ എന്നാൽ എന്തെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങളെ. കർപ്പൂരം, നാഫ്തലിൻ, അതായത് പാറ്റാഗുളിക തുടങ്ങിയ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായിട്ട് അങ്ങ് മാറുകയാണ്. നമുക്ക് കർപ്പൂരം ഒന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അല്ലേ. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു, ഉൽപ്പതനം, ഉത്പതനം കേട്ടോ. സബ്ലിമേഷൻ എന്ന് നമ്മൾ പറയുന്നതിലും ഉത്പതനമാണ് കേട്ടോ, ഉത്പതനം. ഓക്കെയാണോ കുഞ്ഞുങ്ങളെ? വായിക്കാൻ അറിയണേ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഉള്ള പദാർത്ഥം മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനെ, ഒരവസ്ഥയിലുള്ള പദാർത്ഥത്തിനെ മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനെ നമ്മൾ അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നു കേട്ടോ. സബ്ലിമേഷൻ എന്ന് വെച്ചാൽ എന്താ? ഇംഗ്ലീഷിൽ നോക്കൂ കുഞ്ഞുങ്ങളെ. സോളിഡ് സബ്സ്റ്റൻസ് ലൈക്ക് കാംഫർ ആൻഡ് നാഫ്തലിൻ വെൻ ഹീറ്റ് ഡയറക്ട്ലി ചേഞ്ച് ടു ഗ്യാസ്, ദിസ് ഈസ് നോൺ ആസ് എ സബ്ലിമേഷൻ. കർപ്പൂരം അതിപ്പോൾ നമ്മൾ വായിച്ചതാ. ഇനി നോക്കി, അവസ്ഥാ പരിവർത്തനം അല്ലേ. ദ ചേഞ്ച് ഓഫ് എ സബ്സ്റ്റൻസ് ഫ്രം വൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഇൻ ടു അനദർ ഈസ് നോൺ ആസ് എ ചേഞ്ച് ഓഫ് എ സ്റ്റേറ്റ്. ഒരവസ്ഥയിലുള്ള പദാർത്ഥം മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനെ അവസ്ഥാ പരിവർത്തനം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ അവസ്ഥാ പരിവർത്തനം ഭൗതികമാണോ അതോ രാസമാറ്റമാണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത് ഇവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ടെസ്റ്റിലെ ചോദ്യമാണ്. ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ, ഫിസിക്കൽ ചേഞ്ച് ആണോ അതോ കെമിക്കൽ ചേഞ്ച് ആണോ എന്നിട്ട് ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഏതാണ്? ഭൗതികമാണ്, ഫിസിക്കലാണ് കേട്ടോ. ടെസ്റ്റിലുണ്ട്, നോക്കി എഴുതണേ. അവസ്ഥാ പരിവർത്തന സമയത്ത് ഏത് രൂപത്തിലുള്ള ഊർജ്ജമാണ് സ്വീകരിക്കുന്നത്, അതല്ലെങ്കിൽ അവ പുറത്തു വിടുന്നത്? ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ അവർ പുറത്തുവിടുന്നത്? ഹീറ്റ് അങ്ങനെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ, ഞാൻ എഴുതിയില്ലായിരുന്നു കുഞ്ഞുങ്ങളെ. ഏതാ? ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജ്ജമാണ് കേട്ടോ. എന്താ കുഞ്ഞുങ്ങളെ? അവസ്ഥാ പരിവർത്തന സമയത്ത് നിങ്ങളുടെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ തന്നെ വരത്തുള്ളൂ കുഞ്ഞുങ്ങളെ. ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മൾ എന്താണ് വാട്ട് ഈസ് പിന്നെ എന്താ സബ്ലിമേഷൻ, വാട്ട് ഈസ് അങ്ങനെയൊന്നും അല്ലായിരിക്കും ചോദിക്കുന്നത്. എപ്പോഴും കെമിസ്ട്രി ക്വസ്റ്റ്യൻ എല്ലാം ഒരു ടിസ്റ്റ് കാണും അല്ലേ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങോട്ട് മനസ്സിലാവത്തില്ല. നോക്കിയേ, അവസ്ഥാ പരിവർത്തന സമയത്ത് ഏത് രൂപത്തിലുള്ള ഊർജ്ജമാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തുവിടുന്നത്? ഹീറ്റ് എനർജിയാണ്, താപോർജ്ജമാണ്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം നല്ലതുപോലെ പഠിച്ചോണം കേട്ടോ. ചോദ്യം ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഉണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കിയാൽ ഹീറ്റ് എനർജി കേട്ടോ, എല്ലാം ഇംഗ്ലീഷ്. ഇവിടെ നോക്കിക്കേ, താപം ആഗിരണം ചെയ്യുന്നു. ഖരം താപം ആഗിരണം ചെയ്യുമ്പോൾ അത് ദ്രാവകമാകുന്നു. ദ്രാവകം താപം എന്ന് വെച്ചാൽ ചൂട് കൊടുക്കുമ്പോൾ, അത് തന്നെ ചൂടിനെ ആഗിരണം അബ്സോർബ് ചെയ്യുമ്പോൾ അത് വാതകമായിട്ട് മാറുന്നു. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലേ. സോളിഡിനെ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ചൂടാക്കുമ്പോൾ അത് ദ്രാവകമാകുന്നു അല്ലേ. അതിനെ വീണ്ടും ചൂടാക്കുമ്പോൾ അത് വാതകമായിട്ട് മാറുന്നു. തിരിച്ചു നോക്കിക്കേ, ഈ വാതകത്തിനെ നമ്മൾ താപം പുറത്തു വിടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് ദ്രാവകമായിട്ട് മാറുന്നു. ഈ ദ്രാവകത്തിനെ താപം പുറത്തു വിടുമ്പോൾ അത് ഖരമായിട്ട് മാറുന്നു. തിരിച്ച് ഇത് നല്ലപോലെ അറിയണേ നിങ്ങൾ കേട്ടോ.
ഓക്കെ ആണോ? ഇനി രാസമാറ്റവും ഊർജ്ജമാറ്റവും, എന്താ നിങ്ങളെ രാസമാറ്റവും ഊർജ്ജമാറ്റവും അത് നോക്കണേ. ഓക്കെ, ചേഞ്ച് ഓഫ് എ സ്റ്റേറ്റ്, എ ഫിസിക്കൽ ചേഞ്ച് ഓർ എ കെമിക്കൽ ചേഞ്ച്, വിച്ച് ഫോം ഓഫ് എനർജി, നോക്കണേ കുഞ്ഞുങ്ങളെ അത് അണ്ടേ. വിച്ച് ഫോം ഓഫ് എനർജി ഈസ് അബ്സോർബിഡ് ഓർ, അബ്സോർബ് എന്ന് വെച്ചാൽ മലയാളംകാർക്ക് ആഗിരണം ചെയ്യുക അല്ലേ, എന്താ വലിച്ചെടുക്കുക, ആഗിരണം ചെയ്യാന്നൊക്കെ ഇല്ലേ. ലിബറേറ്റ് എന്ന് വെച്ചാൽ പുറന്തള്ളപ്പെടുക, പുറത്തു വിടുക എന്നൊക്കെ കേട്ടോ. അപ്പോൾ വിച്ച് ഫോം ഓഫ് എനർജി ഈസ് അബ്സോർബ്ഡ് ആൻഡ് ലിബറേറ്റഡ് ഡ്യൂറിങ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. 2 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് അത് ചോദിക്കാം കുഞ്ഞുങ്ങളെ. എന്താ അവസ്ഥാ പരിവർത്തന സമയത്ത് ഏത് രൂപത്തിലെ ഊർജ്ജമാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തു വിടുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, ഏതൊക്കെയാ? ഹീറ്റ് എനർജി ഈസ് absorbed when matter gains energy to move to a higher state. സോളിഡ് ലിക്വിഡ് ആകുന്നു, ലിക്വിഡ് ഗ്യാസ് ആകുന്നു. എന്താ? ഹീറ്റ് എനർജി ചൂട് കൊടുക്കുമ്പോഴാണ് കേട്ടോ. എന്താ ഹീറ്റ്? ഇപ്പം നമ്മൾ പറഞ്ഞില്ല, ഹീറ്റ് എനർജിയാണ്. ഇനി ഹീറ്റ് എനർജി എന്നുള്ളതുണ്ടോ കണ്ടോ? ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് വെൻ മാറ്റർ ഗെയിൻ എനർജി ടു മൂവ് ടു എ ഹയർ സ്റ്റേറ്റ് കേട്ടോ. ഹീറ്റ് എനർജി ഈസ് അബ്സോർബും റിലീസും തിരിഞ്ഞു പോകരുത് കേട്ടോ. അബ്സോർബും റിലീസും അല്ലെ ലിബറേറ്റ് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ, റിലീസ്ഡ് വെൻ മാറ്റർ ലോസ് ടു മൂവ് ടു എ ലോവർ സ്റ്റേറ്റ് കേട്ടോ. ഹീറ്റ് എനർജിയിൽ അബ്സോർബ് ചെയ്യുന്നത്, അബ്സോർബും റിലീസും തിരിഞ്ഞു പോകല്ലേ. എടുത്ത് ഞാൻ പറയുവാണ്, അവസ്ഥാ പരിവർത്തന സമയത്ത് ഏത് രൂപത്തിലുള്ള ഊർജ്ജമാണ് സ്വീകരിക്കുന്നത്? ഹീറ്റ് എനർജിയാണ് കേട്ടോ. ഹീറ്റ് എനർജി നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് എടുത്തെടുത്ത് ഞാൻ പറയുന്നത്. ഫ്രീസറിൽ സൂക്ഷിച്ച വെള്ളത്തിൻ്റെ നമ്മൾ പറഞ്ഞായിരുന്നു, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതൊക്കെ എഴുതിയെടുത്തോണേ. നോക്കൂ നിങ്ങളെ, ഇനി പ്രധാനപ്പെട്ടതെന്ന് നോക്കിയേ, രാസമാറ്റവും ഊർജ്ജമാറ്റവും കെമിക്കൽ ചേഞ്ചും എനർജിയിലുണ്ടാകുന്ന ചേഞ്ചും. ഒരു ടൈലിന് ശ്രദ്ധിച്ച് കേട്ടോണേ, ടൈല് ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ ടൈൽ ഇട്ടിട്ടുണ്ട് അല്ലേ. ഒരു ടൈലിന് മുകളിലായിട്ട് അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ്, നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കാമെങ്കിൽ ഇത് എന്തോ സാധനം എന്നറിയാൻ പറ്റും. എൻ്റെ കയ്യിലില്ല. അതൊരുമാതിരി കറുത്ത വയലറ്റ് കളർ എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കളറ് കറുപ്പും ഒരുമാതിരി വയലറ്റ് കളറൂടെ ചേർന്നതാണ് കേട്ടോ. അപ്പം ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിങ്ങൾ ആദ്യമായിട്ട് ഈ പേര് ആണോ നിങ്ങളെ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് കേട്ടോ. അതിൻ്റെ തരികൾ, അത് ചെറിയ ചെറിയ തരികളായിട്ടാണ്. നമ്മുടെ പഞ്ചസാരയുടെ ഒക്കെ കൂട്ടൊക്കെ വലിയ പഞ്ചസാര ഉണ്ടല്ലോ, പഞ്ചസാരയുടെ വലിയ പീസ് കണ്ടോ, അതുപോലെ തരികൾ വെച്ച ശേഷം അതിൻ്റെ നടുവിലായിട്ട് അല്പം ഗ്ലിസറിന് ഒഴിക്കുക. എന്താ നിങ്ങളെ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട, ടീച്ചർ നിങ്ങളുടെ സ്കൂളിൽ ചെയ്യിപ്പിക്കുമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിൽ ഗ്ലിസറിൻ ഒഴിച്ചു നോക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? പ്രവർത്തന ശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ നിറം തുടക്കത്തിലേതുപോലെ തന്നെയാണോ കുഞ്ഞുങ്ങളെ? ഇത് പെട്ടെന്ന് അങ്ങ് അതങ്ങോട്ട് ഒഴിക്കുമ്പോഴേ ഇതങ്ങോട്ട് കത്താൻ തുടങ്ങും. കത്തുന്ന പോലുള്ള നിങ്ങളെ ചെയ്യിപ്പിച്ച് കാണിക്കുമായിരിക്കും കേട്ടോ. കത്തിപ്പോകുന്നതായിട്ട് നിങ്ങളെ ചെയ്യിപ്പിച്ച് കാണിക്കും കുഞ്ഞുങ്ങളെ കേട്ടോ. കത്തിപ്പോകുന്നതായിട്ടാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അതുപോലെ തന്നെ 2 ബീക്കറുകളിൽ ജലം എടുക്കുക. നോക്കണേ, രണ്ടാമത്തത് അത് ആ എക്സ്പെരിമെൻ്റ് നിങ്ങളെ സ്കൂളിൽ കാണിക്കും കേട്ടോ. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ 2 ബീക്കറുകളിൽ ജലമെടുത്ത് ഒന്നിൽ പ്രവർത്തനത്തിന് മുമ്പുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ 2 or 3 തരി, ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഈ പഞ്ചസാരയുടെ ചെറിയ വലിയ പീസ് പഞ്ചസാര, നിങ്ങൾ വെറും തരിയല്ല, ഇച്ചിരി വലിയ, അതിൻ്റെ ഒരുമാതിരി കറുപ്പ് നീല കളറിലെയാണ് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് എന്താ, നിങ്ങൾ യൂട്യൂബിൽ കയറി ഒന്ന് അടിച്ചു നോക്കിയാൽ മതി അതെങ്ങനെ ഇരിക്കുവാന്ന് കേട്ടോ. അതിനകത്തിൽ കിടപ്പുണ്ട്. ജലം എടുത്തിട്ട് ഒന്നിൽ പ്രവർത്തനത്തിന് മുമ്പുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ 2 or 3 തരിയും അടുത്തതിൽ പ്രവർത്തന ശേഷം ലഭിച്ച ഉൽപ്പന്നത്തിൻ്റെ 2 or 3 തരിയും ചേർക്കുക. എന്ത് വ്യത്യാസമാണ് അവിടെ കാണുന്നതെന്ന്? അവിടെ നമ്മൾ ആ പാത്രത്തിൽ ഇതിൽ നിന്ന് എടുത്ത് 2 or 3 എടുത്തിട്ട് കഴിഞ്ഞാലേ അതിനകത്തിൽ ഒരു പിങ്ക് കളറാവും. നിങ്ങളെ പിങ്ക് കളർ അറിയാം, ഒരുമാതിരി മജന്ത കലർന്ന ഒരു പിങ്ക് കളർ കേട്ടോ. ആ കളറിലാണ് നമുക്ക് ആ വെള്ളം കാണാൻ സാധിക്കുന്നത്. മിക്കവാറും ഇതൊക്കെ നിങ്ങളുടെ സ്കൂളിൽ കാണിക്കും കേട്ടോ. മിക്കവാറും സ്കൂളുകളിലൊക്കെ എക്സ്പെരിമെൻ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ പറയണമല്ലേ ടീച്ചറിനോടൊന്ന് കാണിക്കാൻ കേട്ടോ. പൊട്ടാസ്യം പെർമാംഗനേറ്റിനകത്തിൽ 1 ഗ്ലാസ് വെള്ളം
വെള്ളത്തിനകത്തിൽ 2, 3, 4 ചെറിയ പീസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒഴിക്കുമ്പോൾ എന്താവും നിങ്ങളെ ആ വെള്ളത്തിന് മാറ്റം ഒരുമാതിരി പിങ്ക് കളറ് കാണാം കേട്ടോ. ഇതിൻ്റെ നിറമാറ്റം ഉണ്ടായത് ഈ പ്രവർത്തനത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ കളർ മാറി വേറെ കളറിലോട്ട് മാറി അല്ലേ. അത് ഇനി നോക്കിക്കേ, ഇത് രാസമാറ്റമാണോ ഭൗതിക മാറ്റമാണോ? ഒന്നിൽ നിന്നും വേറൊന്നിലോട്ട് മാറുകയാണെങ്കിൽ എന്താവും നിങ്ങളേത്? അത് രാസമാറ്റം തന്നെയാണ്. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അഭികാരകങ്ങൾ എന്നും എന്താവും നിങ്ങളെ? എന്താണ് അഭികാരകങ്ങൾ? അഭികാരകങ്ങളുടെ ഇംഗ്ലീഷ് എന്താണെന്നറിയാമോ? അതെ, റിയാക്റ്റൻ്റ്. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ റിയാക്റ്റൻ്റ് എന്നാണ് പറയുന്നത്. ഓർത്തോണേ, ഇതിനകത്തിലെ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിയാക്റ്റൻ്റ്, അഭികാരകങ്ങൾ റിയാക്റ്റൻ്റ്. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ അഭികാരകങ്ങൾ കേട്ടോ. ദ സബ്സ്റ്റൻസ് വിച്ച് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ദ സബ്സ്റ്റൻസ് ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകും നിങ്ങളെ, ഓരോ വരിയല്ല ഉള്ളോ. ദ സബ്സ്റ്റൻസ് വിച്ച് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു രാസപ്രവർത്തനത്തിൽ, കെമിക്കൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ രാസപ്രവർത്തനം, അതിൽ പങ്കെടുക്കുന്ന എല്ലാ പദാർത്ഥം നിങ്ങൾ ആരെങ്കിലുമൊക്കെ പങ്കെടുപ്പിക്കുകയും അതെല്ലാം എന്താ? റിയാക്റ്റൻ്റ് ആണ്. എന്നാൽ അന്നേരം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഞാൻ പറയാം. ഇപ്പോൾ ഒരു വെള്ളത്തിനകത്തിലോട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയെന്ന് വെച്ചോ. ആ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ആ വെള്ളവും ഉപ്പുമാണ് അവിടുത്തെ റിയാക്റ്റൻ്റ്. ഇപ്പം മനസ്സിലായോ? ആ വെള്ളവും ഉപ്പും ആവും നിങ്ങളവിടുത്തെ റിയാക്റ്റൻ്റ്. ഇനി അത് എന്തായിട്ട് അങ്ങ് മാറി? ആ ഉപ്പും വെള്ളവും ഇട്ട് കൊടുത്തപ്പം ആ ഉപ്പ് വെള്ളമായിട്ട് അങ്ങ് മാറി അല്ലേ, ഉപ്പ് വെള്ളം. അപ്പം അതെന്താണ്? പ്രോഡക്റ്റ്. എന്താവും നിങ്ങളെ? പ്രോഡക്റ്റ്. ദ സബ്സ്റ്റൻസ് ഫോംഡ് ആർ നോൺ ആസ് പ്രോഡക്റ്റ്. ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പുതിയതായിട്ടുണ്ടാകുന്ന ആ പദാർത്ഥങ്ങളെ നമ്മൾ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നു. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലായോ നിങ്ങളെ? നമ്മൾ ഇപ്പം നമ്മളിപ്പിച്ചിട്ട് തേയില വെള്ളം അല്ലേ, ഓരോരുത്തടത്തും സുലൈമാനെന്നോ എന്തോ മീൻസ് തേയില വെള്ളം ഞാൻ അങ്ങ് പറയുകയാണ്. നമ്മൾ ചായ ഇടാൻ നേരം വെള്ളം അടുപ്പേ വെച്ചിട്ട് നമ്മൾ തേയില ഇട്ടു. അപ്പം നമ്മൾ അവിടുത്തെ 2 റിയാക്റ്റ് എന്ന് വെച്ചാൽ അവിടുത്തെ വെള്ളവും വാട്ടറും ടീയുമാണ് അല്ലേ, വെള്ളവും തേയിലയുമാണ് ആണല്ലോ. അതിനെ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് രണ്ടും ഇട്ടപ്പോൾ എന്തോ ആയിട്ട് അങ്ങ് മാറി? അത് പ്രോഡക്റ്റ് ആയിട്ട് മാറി, തേയില വെള്ളമായിട്ട് മാറി അല്ലെ. സുലൈമാൻ എന്ന് പറഞ്ഞ പുതിയൊരു പേരായിട്ട് അങ്ങ് മാറി. ഇപ്പം പിടികിട്ടിയോ? റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും എന്തുവാന്ന് പുതിയൊരാളായിട്ട് മാറിയപ്പം അത് പ്രോഡക്റ്റ് എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. കാരണം ഇനി അങ്ങോട്ട് വേറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ, അതൊക്കെ അങ്ങ് മനസ്സിലാക്കിക്കോണം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഇനി അടുത്തത് നമ്മൾ താപരാസ പ്രവർത്തനങ്ങളാണ് കേട്ടോ. നമ്മൾ ഇതുവരെ പഠിച്ചൊക്കെ 1, 2 പാർട്ടിൽ ഇട്ടതാണ്. ഇതൊക്കെയെന്ന് വെച്ചാൽ ഇനി നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നതാണ്. ഇതൊക്കെ നല്ലപോലെ ഒന്ന് നോക്കണേ നിങ്ങൾ. നോക്കിയേ, താപരാസ പ്രവർത്തനങ്ങൾ ഇത് നല്ലതുപോലെ അറിയണം. നോക്കണേ, ഈ തെർമോയുടെ അർത്ഥം എന്തോ നിങ്ങൾ? ചൂടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനെയും നമ്മൾ തെർമോമീറ്റർ ഇല്ലേ, നമുക്ക് ചൂട് അളക്കാൻ ഉപയോഗിക്കുന്ന എന്താ? നമ്മൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ചൂടളക്കാൻ അല്ലേ, അപ്പോൾ ചൂടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തെർമോയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു കഷ്ണം മഗ്നീഷ്യം എടുത്ത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. എന്താവും നിങ്ങളെ? മഗ്നീഷ്യം എടുത്ത്. ഇനി നിങ്ങൾ കുറേ എണ്ണത്തിൻ്റെ പേര് പഠിക്കാനുണ്ട് കേട്ടോ. മുമ്പ് നമ്മൾ എന്താ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഒക്കെ നമ്മൾ വെള്ളത്തിലിട്ടാൽ എന്താണ് കിട്ടുന്നത്, ഏത് കളറാണ് കിട്ടുന്നത് കേട്ടോ. കെമിസ്ട്രിയിൽ ഇനി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഓരോന്നൊക്കെ ചേർന്ന് നമ്മൾ ഏതെങ്കിലും 2 പ്രൊഡക്റ്റുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് അല്ല, 2 വസ്തുക്കൾ ചേരുമ്പോൾ അതിനെ നമ്മൾ റിയാക്റ്റൻ്റ്, അത് എന്നിട്ട് എന്തായിട്ട് മാറുന്നു? അതൊരു പ്രോഡക്റ്റ് ആയിട്ട്, ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്നു എന്നൊക്കെ ഇപ്പം നമ്മൾ കുറേ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ പുതിയ കാര്യങ്ങളാണ്. ചൂട് അല്ലെങ്കിൽ ഹീറ്റ്, തെർമോയുടെ അല്ലെ തെർമോ കെമിക്കലിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. മഗ്നീഷ്യം പേര് ഓർത്തോണോ നിങ്ങളെ? ഇതിനെ നമ്മൾ Mg എന്ന് പറയും, Mg കേട്ടോ. ഹൈഡ്രോക്ലോറിക് ആസിഡിനെ HCl. അപ്പോൾ ഈ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർക്കുക. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു കഷ്ണം മഗ്നീഷ്യം എടുത്തിട്ട് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. എന്താണെന്ന് നിരീക്ഷിക്കുക. ഇവിടെ ഉണ്ടായ വാതകത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നാണ്. ഇവിടെ ഉണ്ടായ വാതകത്തെ കേട്ടോ. വാതകം എന്ന് വെച്ചാൽ എന്താ? ഗ്യാസ്. ഇവിടെ ഒരു ഗ്യാസ് രൂപപ്പെട്ടു കുഞ്ഞുങ്ങളെ. ഏതാണ്? ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് കേട്ടോ. ഏത് ഗ്യാസാണ് ഇവിടെ ഉണ്ടായത്? അതായത് കത്തിച്ച തീപ്പെട്ടിക്കോലുണ്ടല്ലോ, നമ്മൾ കത്തിച്ച തീപ്പെട്ടിക്കമ്പ്, അത് ടെസ്റ്റ് ട്യൂബിൻ്റെ വായ് ഭാഗത്ത് കൊണ്ടുവന്നാൽ നമ്മൾ തീപ്പെട്ടിക്കൊള്ളി ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, തീപ്പെട്ടിക്കമ്പ്, അത് ഈ ടെസ്റ്റ് ട്യൂബിനകത്തിൽ നമ്മളൊരു നേർപ്പിച്ച ഒരു ടെസ്റ്റ് ട്യൂബിലാണ് എന്ത് ചെയ്തത്?
നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞിൽ. ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ടല്ലോ, ട്യൂബ്, അതിനകത്തിൽ ഒരു കഷണം മഗ്നീഷ്യം എടുത്ത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേർക്കുക, 2 അപ്പോൾ ആ ടെസ്റ്റ് ട്യൂബിലുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് നോക്കിയേ. കത്തിച്ച തീപ്പെട്ടിക്കോൽ എടുത്തിട്ട് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കൊണ്ടുവച്ചപ്പോൾ വാതകം ടപ്പ് എന്ന ശബ്ദത്തോടെ പോപ്പ് സൗണ്ടോടെ കത്തുന്നു. ആ തീപ്പെട്ടിക്കൊള്ളി പെട്ടെന്ന് അങ്ങ് കത്തുന്നു. എന്താണ് ഏത് വാതകമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്? അതായത് മഗ്നീഷ്യം പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേർന്നപ്പോൾ ഏത് വാതകം, അതൊക്കെ പരീക്ഷ മുമ്പ് നമ്മൾ കുറേ വാതകം പഠിച്ചില്ലേ, ഏതൊക്കെ തങ്ങളിൽ ചേർന്നപ്പോൾ ഏത് വാതകം. ഇവിടെ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ, അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. ഇവിടെ ഹൈഡ്രജൻ വാതകമാകും നിങ്ങളെ ഉണ്ടായത്. ഇവിടെ മഗ്നീഷ്യവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേർന്നപ്പോൾ അവിടെ ഏത് വാതകം ഉണ്ടായത്? ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടായത്. കേട്ടോ, മനസ്സിലാക്കി പോണേ കേട്ടോ, ചാടിക്കേറി പോകരുത്. ഇനി അങ്ങോട്ട് മനസ്സിലാക്കി പോകണം. ഇനി മഗ്നീഷ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് അതാ ഇവിടെ കൊടുത്തിട്ടൊരു ആൻസർ, ഹൈഡ്രജൻ വാതകം. എന്താ കുഞ്ഞുങ്ങളെ? മഗ്നീഷ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1 മാർക്കിൻ്റെയൊക്കെ ചോദ്യമോ. മഗ്നീഷ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. IMB ടെസ്റ്റിലോ നിങ്ങളുടെ ബുക്കിലോ ഒക്കെ നല്ല സ്കെച്ച് പേന ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടൻറ്റിന് ഒരു ബോക്സ് ഒക്കെ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ എളുപ്പമാവും നിങ്ങൾ കേട്ടോ. ഇനി ടെസ്റ്റ് ട്യൂബിൻ്റെ അടിഭാഗത്ത് നിങ്ങളൊന്ന് തൊട്ട് നോക്കാം. നമ്മളിത് ചെയ്തതിന് ശേഷം ആ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിഭാഗത്ത് നിങ്ങളൊന്ന് നോക്കൂ. എന്താണ് അവിടെ അനുഭവപ്പെടുന്നത്? ലൈറ്റ് ഹീറ്റ്, ചെറിയൊരു ചൂട് അവിടെ കാണാം കേട്ടോ, ചെറിയ ചൂട് അവിടെ അനുഭവപ്പെടുന്നത്. ഈ പ്രവർത്തന ഫലമായി ഉണ്ടായ ഹൈഡ്രജനോടൊപ്പം താപവും പുറത്തു വന്നു. എന്താ കുഞ്ഞുങ്ങളെ? അന്നേരം ഈ പ്രവർത്തിച്ചല്ലോ, ഇത് കത്തിയല്ലോ, തീപ്പെട്ടിക്കുള്ളി കത്തിയല്ലോ. ഇങ്ങനെ ഈ പ്രവർത്തന സമയത്ത് ആ ടെസ്റ്റ് ട്യൂബിന് ഹൈഡ്രജനോടൊപ്പം അവിടെ എന്താ ചെറിയ ചൂടും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രവർത്തനത്തിലെ അഭികാരകങ്ങൾ ഏതൊക്കെയാണ്? അഭികാരകങ്ങൾ വെച്ചാൽ മുമ്പ് നമ്മൾ പഠിച്ചായിരുന്നത് ഏതൊക്കെയാണ് നമ്മൾ ഇട്ടുകൊടുത്തത്. മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അഭികാരകങ്ങളുടെ ഇംഗ്ലീഷ് എന്താ കുഞ്ഞുങ്ങളെ? റിയാക്റ്റൻ്റ് അല്ലേ. ഇവിടെ അഭികാരകങ്ങൾ അല്ലെങ്കിൽ എന്താ ഇംഗ്ലീഷുകാർക്ക് റിയാക്റ്റൻ്റ് എന്നാണ് കേട്ടോ. റിയാക്റ്റൻ്റ് ഏതൊക്കെ റിയാക്റ്റൻ്റാണ് നമ്മൾ ഇട്ട് കൊടുത്തത്? മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. നോക്കണേ കുഞ്ഞുങ്ങളെ, ഇട്ട് കൊടുത്തത് ഏതൊക്കെയാണ് അല്ലേ. എന്നാൽ അവിടുത്തെ പ്രോഡക്റ്റോ, ഉൽപ്പന്നം ഏതാ കുഞ്ഞുങ്ങളെ? എന്തായിട്ടാണ് നമുക്ക് കിട്ടിയത്? ഹൈഡ്രജനും ഹീറ്റുമാണ് നമുക്കവിടെ കിട്ടിയത്. ഇപ്പം മനസ്സിലായോ? മുമ്പ് ഞാൻ പറഞ്ഞില്ലേ തേയിലവെള്ളം ഇടുന്നതൊക്കെ നമ്മൾ എന്താണോ ഇട്ട് കൊടുക്കുന്നത് അതാണ് അഭികാരകങ്ങൾ കേട്ടോ. ഓർത്തോണേ, റിയാക്റ്റൻ്റ് എന്ന് വെച്ചാൽ അഭികാരകങ്ങൾ. എന്താണോ അപ്പോൾ നമുക്ക് കിട്ടുന്നത് അതാണ് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ. ഹൈഡ്രജനും ഹീറ്റുമാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കണേ കേട്ടോ. കെമിസ്ട്രിയാണ്, 8ാം ക്ലാസ് ആണ് കേട്ടോ, ഹൈസ്കൂളിലെയാണ്. ഇനി മുതൽ നിങ്ങൾ ഇതൊക്കെ ഇപ്പോഴേ ഇങ്ങനെ പഠിച്ചെങ്കിലേ 9ൻ്റെയും 10ൻ്റെയൊക്കെ കെമിസ്ട്രി പുസ്തകം താങ്ങത്തുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കാം. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നതെല്ലാം ഓരോരോ പ്രവർത്തനങ്ങളാവും നിങ്ങൾ സമയമായാലും വേണ്ടിയില്ല. ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും കൂടെ ചേർത്തപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് കേട്ടോ. അപ്പം ഓരോന്നും എന്തിനോട് ചേർന്നപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നാണ് നിങ്ങൾ അറിയേണ്ടത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഗ്ലിസറിൽ ഒഴിച്ചപ്പോൾ അത് കത്തുന്നുണ്ടായിരുന്നു അല്ലേ. അത് ജലത്തിനകത്തിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടപ്പോൾ ഒരുമാതിരി പിങ്ക് കളറിലായിരുന്നു നമുക്ക് കാണപ്പെട്ടത് ഇല്ലേ. ഇനി മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ഇതൊക്കെ നിങ്ങളൊരു ബോക്സ് പോലെ പണിഞ്ഞിട്ട് അതിനകത്ത് എഴുതി വെക്കണം കേട്ടോ. ഞാൻ ഈ പറയാം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഗ്ലിസറിനുമായിട്ട് ചേർന്നപ്പോൾ എന്തുണ്ടായി? ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ജലത്തിലിട്ടപ്പോൾ എന്തെല്ലാം ഉണ്ടായി? മഗ്നീഷ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേർന്നപ്പോൾ എന്താണ് ഉണ്ടായത് കേട്ടോ. അതൊക്കെ ഒന്ന് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ, ഒരു ചെറിയ ബോക്സ് ഒക്കെ. ഇനി അതുപോലെ അടുത്ത് നോക്കിക്കേ, ഓരോന്നും നോക്കൂ കുഞ്ഞുങ്ങളെ. ഇനി അത് അത്രയേ ഉള്ളൂ. ഇനി അടുത്ത പ്രവർത്തനം, ഒരു സ്റ്റീലിൻ്റെ കപ്പുണ്ടല്ലോ, അതിനകത്തിൽ നീറ്റ് കക്ക, ഇംഗ്ലീഷുകാർക്ക് ക്വിക്ക് ലൈൻ എന്നാവും കുഞ്ഞുങ്ങളെ. അവിടെ ക്വിക്ക് ലൈൻ അങ്ങനെ നോക്കണേ, ക്വിക്ക് ലൈൻ. നീറ്റുകക്ക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എടുക്കുക, അതിലേക്ക് അല്പം ജലം ചേർക്കുക. നീറ്റുകക്കയിലോട്ട്, അതായത് ക്വിക്ക് ലൈനിലോട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് സമയത്തിന് ശേഷം എന്നിട്ട് കപ്പ ഒന്ന് സ്പർശിച്ച് നോക്കാൻ, ആ കപ്പയിലൊന്ന് തൊട്ട് നോക്കിയേ, എന്താണ് അവിടെ അനുഭവപ്പെടുന്നത്? അത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? കാണാൻ പറ്റുന്നുണ്ടോ? നീറ്റുകക്ക പ്ലസ് ജലം, ക്വിക്ക് ലൈമും വാട്ടറൂടെ ചേരുമ്പോൾ എന്തുണ്ടാകുന്നു? ചുണ്ണാമ്പ് പ്ലസ് ഹീറ്റ്. ചുണ്ണാമ്പ് എന്ന് വെച്ചാൽ എന്താണ്? സ്ലേക്ക്ഡ് ലൈം, SLA, സ്ലേക്ക്ഡ്. എൻ്റെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളെ? ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എല്ലാത്തിൻ്റെയും ഇംഗ്ലീഷ് നോട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ, എല്ലാവരെയും. ഞാൻ മലയാളം വായിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടെ സൗകര്യമല്ലേ മലയാളം വായിക്കുന്നത്, അതുകൊണ്ടാണ് മലയാളം ടെസ്റ്റ് എടുത്തത് കേട്ടോ.
കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിയേ, നീറ്റ് കക്ക എന്ന് പറയുന്നതിനാണ് ക്വിക്ക് ലൈം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ വെള്ളവും കൂടെ ചേർന്നപ്പോൾ ചുണ്ണാമ്പും, അതായത് സ്ലേക്ക്ഡ് ലൈമും ഹീറ്റും ആവുന്നു. കേട്ടോ, CaO+H2O. ഇവിടെ എന്താവും നിങ്ങളെ, ഇത് റിയാക്റ്റൻ്റ് ആണ്. ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ നമുക്ക് എന്ത് പ്രൊഡക്റ്റാണ് ഉണ്ടായത്? ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായി കാണും. രണ്ടെണ്ണമാണോ ചേർക്കുന്നത് അത് അവിടുത്തെ അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്റ്റൻറ്റും. അഭികാരകങ്ങൾ മലയാളം മീഡിയത്തിന്, അല്ലെ റിയാക്റ്റൻ്റ് ഇംഗ്ലീഷ് മീഡിയത്തിൽ. അപ്പം നമുക്ക് പ്രോഡക്റ്റ് അല്ലെ ഉൽപ്പന്നം CaOH2. ഇത് H2O എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിനെയാണ് കേട്ടോ, വെള്ളം, ജലത്തിൻ്റെ രാസനാമം കേട്ടോ, H2O. CaO എന്ന് വെച്ചാലോ, ഇവിടെ നമുക്ക് എന്തോ നിങ്ങളെ നീറ്റ് കക്ക അല്ലേ കേട്ടോ. അപ്പം നമുക്ക് എന്തോ ആയിട്ട് മാറുന്നു? CaOH2 ആയിട്ട് മാറുന്നു. അതാണ് നീറ്റ് കക്ക പ്ലസ് വാട്ടർ കേട്ടോ. നീറ്റ് കക്ക പ്ലസ് വാട്ടർ ഗീവ്സ് ചുണ്ണാമ്പും ഹീറ്റും. ഇത് അണ്ട മലയാളം ഇംഗ്ലീഷും എല്ലാം ഉണ്ട്, അങ്ങ് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അടുത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മൾ അപ്പോൾ റിയാക്റ്റൻറ്റും ഉണ്ട് പ്രൊഡക്റ്റും എഴുതിയെടുത്തല്ലോ. ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ തന്നെ നോട്ടും പറയുന്നുണ്ട്. ഇത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത നമ്മൾ പഠിക്കാനുള്ള എന്തെന്നറിയോ, എക്സോതെർമിക്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്താ, ഹീറ്റ്, ചൂടുമായിട്ട് ബന്ധപ്പെട്ടതാ അല്ലേ. എക്സോതെർമിക് റിയാക്ഷൻ. എക്സോ എന്ന് കേൾക്കുമ്പോഴേ എന്താ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? പുറത്ത് വിടുന്നതാണ് കേട്ടോ. എക്സോ എന്ന് കേട്ടാൽ പുറത്തേക്ക് പോകുന്നത്. അത് നമ്മൾ ഏതെങ്കിലും നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എക്സോ ചേർത്ത് എന്ത് പഠിച്ചാലും അത് പുറന്തള്ളപ്പെടുന്ന അല്ലെ പുറത്തോട്ട് പോകുന്നതാ അല്ലേ. എൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാലോ അകത്തോട്ടും ഇല്ലേ. ഇവിടെ എക്സോതെർമിക് റിയാക്ഷൻ എന്നാൽ എന്ത് നോക്കൂ നിങ്ങളെ, ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായി നോക്കണേ താപം പുറത്തു വിടുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെ താപമോചക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. എക്സോതെർമിക് റിയാക്ഷൻ എന്നാൽ എന്ത്? താപമോചക പ്രവർത്തനങ്ങൾ. If heat is liberated as a result of a chemical reactions, such reactions are known as exothermic reaction. ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായി താപം പുറത്തുവിടുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനത്തെ താപമോചക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ചുണ്ടാകുന്നത് അടുത്ത അതിൻ്റെ കൂടെ തന്നെ ഏതാണ്ട് ഇവിടെ ഞാൻ പറഞ്ഞ. ഇനി മറ്റൊരു പ്രവർത്തനം അടുത്തതാവും നിങ്ങളെ നോക്കിയേ, നമ്മൾ ഓരോന്നും നോക്കണേ, അടുത്ത് നോക്കണേ. ഓരോ എക്സ്പെരിമെൻറ്റും നോക്കിയേ, ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് നന്നായിട്ട് ചൂടാക്കുക. നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇതിലെ ആൾക്കാരല്ലേ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ് ഭാഗത്ത് നോക്കൂ നിങ്ങൾ, ഇതാണ് ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ് ഭാഗത്ത് എരിയുന്ന ഒരു ചന്ദനത്തിരി കാണിച്ചു കൊടുക്കുക. നമ്മൾ കത്തിക്കാനുള്ള ഒരു ചന്ദനത്തിരി എടുത്ത് കാണിച്ചു കൊടുക്കുക. ഇവിടെ പടം കൊണ്ട് കാണിച്ചു കൊടുക്കുക. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അത് ആളി കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. എന്തുകൊണ്ടാണ്? ഇവിടെ കത്താൻ സഹായിക്കുന്ന വാതകം നമ്മൾ കുഞ്ഞിലേ മുതലേ പഠിക്കുന്നതാ. കത്താൻ സഹായിക്കുന്ന വാതകം ആരാ കുഞ്ഞുങ്ങളെ? ഓക്സിജൻ ആണ്. ഓക്സിജൻ ആണ്. അത് ഓർത്തോണേ, കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ച് അവിടെ എന്താ, ഓക്സിജൻ എന്ന വാതകം ഉണ്ടായി. നോക്കണേ നിങ്ങളെ, ഓരോ എക്സ്പെരിമെൻറ്റും നിങ്ങൾ നോക്കണേ. ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ത് ചെയ്യാനാ പറയുന്നത്? എരിയുന്ന ഒരു ചന്ദനത്തിരി കാണിച്ച് അതിലോട്ട് കാണിക്കാൻ കേട്ടോ. അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത്, ഇത് ചൂടായതാണ്, ഇവിടെ ചൂടാക്കിക്കൊണ്ടിരുന്നതാ. ചൂടാക്കിയ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ അടുത്തോട്ട് ഒരു ചന്ദനത്തിരി കൊണ്ടുവച്ചാൽ അത് ആളി കത്തുന്നത്. ഈ കത്താൻ കാരണം എന്താണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ വിഘടിക്കാൻ ഏത് ഊർജ്ജമാണ് ഉപയോഗിച്ചത്? ഇവിടെ ഹീറ്റ് അല്ലേ. ഇവിടെ നമ്മൾ ഏത് ഊർജ്ജം ഉപയോഗിച്ചാണ് അത് കത്തിച്ചത്? ഹീറ്റ് എനർജി. ഈ പ്രവർത്തനത്തിലെ ഒരു ഉൽപ്പന്നം ഓക്സിജൻ ആണെന്ന് നമുക്ക് വ്യക്തമായി. ഇനി അടുത്ത നോക്കൂ നിങ്ങൾ, ഇതെല്ലാം ഓരോന്നും നിങ്ങൾ നോക്കിക്കോണം. അത് കഴിഞ്ഞു ഇനി അടുത്ത പ്രവർത്തനം. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം അമോണിയം ക്ലോറൈഡ് എടുക്കുക. അതിലേക്ക് അല്പം ബേരിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് നന്നായി ഇളക്കുക. വാച്ച് ഗ്ലൗസിൻ്റെ അടിഭാഗം തൊട്ടു നോക്കൂ, എന്താണ് അനുഭവപ്പെടുന്നത്? ഇവിടെ താപോർജ്ജം പുറത്തുവിടുകയോ ആഗിരണം ചെയ്യുകയാണോ ചെയ്യുന്നത്? നോക്കൂ നിങ്ങളെ, ഇവിടെ ആ വാച്ച് അതിൻ്റെ അടിഭാഗം അപ്പം തണുപ്പായിരിക്കും കേട്ടോ. അതിൻ്റെ അടിഭാഗം തണുപ്പായിരിക്കും, കോൾഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? എക്സോതെർമിക്ക് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ ഹീറ്റ് ഈസ് ലിബറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ? ലിബറേറ്റ് എന്ന് വെച്ചാൽ മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു പുറത്ത് വിടുക എന്നതാണ് കേട്ടോ. എന്താണ്? ഈ ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ആസ് എ റിസൾട്ട്
ഓഫ് എ കെമിക്കൽ റിയാക്ഷൻസ് സച്ച് റിയാക്ഷൻസ് ആർ നോൺ ആസ് എക്സോതെർമിക് റിയാക്ഷൻസ്. ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായി താപം പുറത്തുവിടുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനത്തെ താപമോചക പ്രവർത്തനം എന്ന് പറയുന്നു. അപ്പൊ എൻഡോതെർമിക്കോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? ഇഫ് ഹീറ്റ് എനർജി ഈസ് മറ്റേതെന്താവും നിങ്ങളെ ലിബറേറ്റ് എന്ന് വെച്ചാൽ പുറന്തള്ളുക. അപ്പൊ ഇവിടെ എന്താ? അവിടെ മാറ്റി അങ്ങ് അബ്സോർബ് ആക്കിയാൽ മതി അല്ലേ? അപ്പോൾ എന്നിട്ട് അത് തന്നെ എന്താ? അബ്സോർബ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻസ് ഇറ്റ് ഈസ് നോൺ ആസ് എൻഡോതെർമിക് റിയാക്ഷൻ. രാസപ്രവർത്തനത്തിലെ താപോർജ്ജം ആഗീരണം ചെയ്യപ്പെടുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെ താപാകീരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു, അല്ലെ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നു കേട്ടോ. അതായി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കുറേ എക്സാമ്പിൾ അല്ല കുഞ്ഞുങ്ങളെ. എക്സോതെർമിക്കും എൻഡോതെർമിക്കും എന്തുവാന്ന്? റിയാക്ഷൻ ബിറ്റ്വീൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് ഗ്ലിസറിൻ. മുമ്പ് ആദ്യം നമ്മൾ പറഞ്ഞേ റിയാക്ഷൻ ബിറ്റ്വീൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് ഗ്ലിസറിൻ. ടൈലയിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ചിട്ട് ഗ്ലിസറിൻ ഒഴിക്കാൻ പറഞ്ഞു കേട്ടില്ലേ? അതാണ് എക്സോതെർമിക് റിയാക്ഷൻ. കണ്ടോ? അടുത്ത നോക്കിയേ, റിയാക്ഷൻ ബിറ്റ്വീൻ മഗ്നീഷ്യം ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡുമായി തമ്മിലുള്ള പ്രവർത്തനം. ഇതെല്ലാം എന്താണ്? പുറത്തുവിടുന്നതാണ്. എക്സോതെർമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വിടുന്നത്. എന്നാൽ എൻഡോതെർമിക് നോക്കൂ കുഞ്ഞുങ്ങളെ, ഡീകമ്പോസിഷൻസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ വിഘടനം സംഭവിക്കുന്നത്. അടുത്ത റിയാക്ഷൻ ബിറ്റ്വീൻ അമോണിയം ക്ലോറൈഡ് ആൻഡ് ബേറിയം ഹൈഡ്രോക്സൈഡ്. അമോണിയം ക്ലോറൈഡും ബേറിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള പ്രവർത്തനം എൻഡോതെർമിക്കുമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ? എക്സോതെർമിക്കും എൻഡോതെർമിക്കും എന്താണെന്ന് ഇത് തന്നെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. എന്താണെന്ന് നമ്മൾ പഠിച്ചതാ. പുറത്തോട്ട് വിടുന്നതും അബ്സോർബ് ചെയ്യുന്നതും കേട്ടോ. ലിബറേറ്റ് ചെയ്യുന്നതും അബ്സോർബ് ചെയ്യുന്നതുമാണ്. അവ തമ്മിലുള്ള വ്യത്യാസമാണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അതും പഠിച്ചേക്കണേ. ഇനി അടുത്ത് നോക്കിയേ, താപോർജ്ജം. ഇപ്പം നമ്മൾ പറഞ്ഞത് പ്രകാശ രാസപ്രവർത്തനങ്ങൾ, അതായത് അല്ലെങ്കിൽ ഇത് നമുക്ക് അടുത്ത ലിങ്കിൽ ഇടാം കുഞ്ഞുങ്ങളെ. അത് ഞാൻ എഴുതിയായിരുന്നു, എന്നാലും വേണ്ടിയില്ല. ഇതും ഇവിടം വരെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ ഇടാം കേട്ടോ. അപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങൾ. ഈ നോട്ടൊക്കെ വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. എല്ലാത്തിൻ്റെയും മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. കമൻറ്റൊക്കെ പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഞാൻ ഇച്ചിരി സ്പീഡിൽ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇട്ട് ഇവിടെ വരെ ഒറ്റയടിക്ക് അങ്ങ് എടുത്തതാണ്. ഇനി ഒറ്റ ലിങ്ക് കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.